ഗുഡ് മോർണിംഗ്. 99 പേയ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടുന്നുള്ളത്. കാരണം ഈ 99 എത്രയോ വലിയ മൂല്യമുള്ള ക്ലാസ്സാണ് നിങ്ങൾ നമുക്ക് 10 ദിവസം കൊണ്ട് തന്നത്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ സീറോ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റിലത്തെ ആ സ്കെച്ച് കണ്ടാൽ തന്നെ അറിയാലോ, ഷെയ്ഡിങ്ങിനെ പറ്റിയോ അല്ല എങ്ങനെ വരക്കണം, എങ്ങനെ പെൻസിൽ പിടിക്കണം എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ ഈ 10 ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പോൾ ഒരു തെറ്റില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് നോക്കി അതേപോലെ വരക്കാം എന്നൊരു കോൺഫിഡൻസ് ഈ 10 ദിവസത്തിനും കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു അത്. നല്ല രീതിയിൽ ഞാൻ അത് എൻജോയ് ചെയ്തു. വരയ്ക്കാൻ പറ്റും തോന്നുന്നുണ്ട്. കുറച്ച് ടൈം എടുത്ത് എടുക്കണം എന്നുള്ളൂ. ചിത്രം വര ശരിക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോഴാണ് പഠിക്കുന്നത്. ഹലോ സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. മീൻസ് 10 days എന്ന് വെച്ചാലും ഓരോ കാര്യങ്ങളും അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മീൻസ് ആദ്യം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. നമ്മൾ ചെയ്യണം, ആക്ഷൻ എടുക്കണം എന്നുള്ള ഇത് വന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ മിസ്റ്റേക്സ് വരുമ്പം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സാറിന് അയച്ചിരുമ്പം ഓട്ടോമാറ്റിക്കലി അത് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുക. അത് നമുക്ക് അതേപോലെ തന്നെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും അത് ഒന്നും കൂടെ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാനാണ്. മീൻസ് അത് റബ്ബർ ചെയ്ത് നമ്മൾ തൂത്തതിന് ശേഷം പിന്നെയും ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് പുതിയതൊരെണ്ണം പിന്നെ ഒന്നും കൂടെ ഡ്രോ ചെയ്ത് നോക്കാനാണ് തോന്നിയത്. ഷെയ്ഡിങ് ആണെങ്കിലും ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര ഷെയ്ഡിങ് എനിക്ക് ചെയ്തിട്ട് അത്ര കംഫർട്ട് തോന്നിയില്ല. പിന്നെയും അത് റിപ്പീറ്റേഷൻ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് പെർഫെക്റ്റ് ആയി തുടങ്ങി. പിന്നെ ഓൾമോസ്റ്റ് എന്തായാലും എനിക്ക് നല്ലോണം 99 ആണെങ്കിലും നല്ലൊരു അതിനെയും കാട്ടി എനിക്ക് നല്ലവണ്ണം ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. ഷെയ്ഡിങ്ങിനെ കുറിച്ചാണെങ്കിലും പതിയെ എഴുതാതെ ഒന്നും കൂടെ നമ്മൾ ആദ്യം ഇപ്പം ഒരു ക്ലാസ് കേൾക്കുവാണ്, അത് കേട്ടതിന് ശേഷം ഒന്നും കൂടെ റിപ്പീറ്റേഷൻ കേട്ടതിന് ശേഷമേ ഡ്രോ ചെയ്യുന്നുള്ളായിരുന്നു. അത് കാരണം ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ.